നമസ്കാരം. ഉൾസ്വരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഒരു കഥ പറയാം. പഴയ കാലത്തെ ഒരു കഥ, ഐതിഹ്യമാലയിൽ ഉണ്ടാകാമായിരുന്ന ഒരു കഥ, കാടും മനുഷ്യനും ഭയവും ചേർന്ന ഒരു കഥ. ഒരു ഗ്രാമത്തിൻ്റെ അരികിൽ ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു മൃഗം ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ആരും അതിനെ വ്യക്തമായി കണ്ടിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ചുള്ള കഥകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ഗ്രാമത്തിൻ്റെ ചുറ്റും ഒരു ശബ്ദം കേൾക്കും. പ്രഭാതത്തിൽ ആരുടെയോ വളർത്തുമൃഗം കാണാതായിരിക്കും. മറ്റൊരാളുടെ വയലിൽ കാൽപ്പാടുകളും കാണാം. ഇനി മറ്റൊരു വീടിൻ്റെ പുറത്ത് പൊട്ടിപ്പോയ വേലിയും കാണാം. ആളുകൾ ഭയന്നു. ഭയന്നതിലധികം അവർ കാത്തിരുന്നു. ഇന്ന് വരുമോ, നാളെ വരുമോ, ഇനി എന്താണ് പോകാൻ പോകുന്നത്? ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ ചോദിച്ചു, ഈ മൃഗത്തെ നമ്മളിൽ എത്ര പേർ കണ്ടിട്ടുണ്ട്? ആരും മറുപടി പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൃഗം നമ്മളെ ഭക്ഷിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഭയം നമ്മളെ ഭക്ഷിക്കുന്നില്ലേ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ആ ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമായി സംഭവിക്കും. അതിനെ നേരിടേണ്ടതുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗം പ്രശ്നങ്ങളുണ്ട്. അവ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല, എങ്കിലും മനസ്സ് അവയെ പലതവണ ജീവിച്ചു തീർക്കും. അതാണ് ഭയത്തിൻ്റെ സ്വഭാവം. നമുക്കെല്ലാം ഇത്തരമൊരു കാട്ടിലെ മൃഗം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു ജോലിയെക്കുറിച്ചുള്ള ഭയം, ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചുള്ള ഭയം, വീട്ടിലുള്ളവരെക്കുറിച്ചുള്ള ഭയം, നാളെയെക്കുറിച്ചുള്ള ഭയം. അവയെല്ലാം ഒരേ സമയം വന്ന് നമ്മളെ ആക്രമിക്കണമെന്നില്ല. പക്ഷേ അവയെക്കുറിച്ചുള്ള കാത്തിരിപ്പ് തന്നെ പലപ്പോഴും നമ്മുടെ സമാധാനം മുറിച്ചുകൊണ്ടിരിക്കും. പ്രവാസിയുടെ ജീവിതത്തിൽ ഈ ഭയം കൂടുതൽ സൂക്ഷ്മമാണ്. കാരണം നമ്മൾ പലപ്പോഴും രണ്ട് ലോകങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. ശരീരം ഒരിടത്ത്, മനസ്സ് മറ്റൊരിടത്ത്. ഇവിടെ ജോലി ചെയ്യുമ്പോഴും അവിടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ സംസാരിക്കുമ്പോഴും ഇവിടെ നാളെ ജോലിയിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് ചിന്തിക്കും. ഇങ്ങനെ ഇന്നല്ലാത്ത കാര്യം, ഇപ്പോഴല്ലാത്ത കാര്യം നമ്മുടെ ഉള്ളിൽ ഇന്നായി ഇപ്പോഴായി മാറും. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. ദിവസം മുഴുവൻ ജോലി. മുഖത്ത് പതിവ് ഭാവം, മറ്റുള്ളവരോട് പതിവ് മറുപടികൾ. സുഖമാണ്, ശരിയാണ്, കുഴപ്പമില്ല, ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ പുറം വാക്കുകൾക്കടിയിൽ വേറൊരു ജീവിതമുണ്ട്. ഈ ജോലി നീണ്ടു നിൽക്കുമോ? അടുത്ത മാസം ചിലവുകൾ എങ്ങനെ നിറയും? വീട്ടിൽ ആരെങ്കിലും അസുഖപ്പെട്ടാൽ ഞാനിനി എന്തു ചെയ്യും? വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഞാൻ ശരിക്കും എവിടേക്കാണ് നീങ്ങുന്നത്? എൻ്റെ ദിശ ശരി തന്നെയോ? ഈ ചോദ്യങ്ങളെല്ലാം ന്യായമുള്ളവയാണ്. ഇവയെല്ലാം വെറും സങ്കല്പങ്ങൾ മാത്രമല്ല. പക്ഷേ പ്രശ്നം ചോദ്യങ്ങൾ വരുന്നതല്ല. അവയ്ക്ക് മറുപടിയായി മനസ്സ് ഉടൻ തന്നെ ഏറ്റവും മോശം കാഴ്ചകൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നതാണ്. ഒരു ഫോൺ കോൾ കിട്ടിയാൽ മനസ്സ് ഓടി ഏറ്റവും വേദനയുള്ള സാധ്യതകളിലേക്ക് പോകും. ഒരു വാർത്ത കേട്ടാൽ അതിന് ശേഷമുള്ള ജീവിതം വരെ കണക്ക് കൂട്ടാൻ തുടങ്ങും. ചിലപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഉള്ളിൽ നമ്മൾ പലതും അനുഭവിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു നിമിഷം നിർത്തി ചോദിക്കണം, ഇത് ശരിക്കും ഒരു സംഭവം തന്നെയാണോ എന്നെ ക്ഷീണിപ്പിക്കുന്നത്? അല്ലെങ്കിൽ സംഭവിച്ചേക്കാമെന്ന ഭയത്തിൻ്റെ നീണ്ട നിഴലാണോ? ഒരു നിമിഷം ഇവിടെ നിർത്താം. ഉൾസ്വരം കേൾക്കുന്ന നിങ്ങൾ ഈ സംഭാഷണം
നിങ്ങളോടൊപ്പം അടുപ്പമുള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ പലപ്പോഴും ശബ്ദം കൊടുക്കാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒപ്പം നിങ്ങൾക്കറിയാവുന്ന മലയാളി സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഉള്ളിൽ പലതും ഒറ്റയ്ക്ക് സഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സ് വരുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് അവർക്കും പങ്കുവയ്ക്കുക. ചില സംഭാഷണങ്ങൾ ഉപദേശം നൽകുന്നില്ല, പക്ഷേ അവർ ഒറ്റയ്ക്കല്ല എന്ന് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം. ഇനി വീണ്ടും വിഷയത്തിലേക്ക് വരാം. ഭയം എന്നത് എപ്പോഴും ദൗർബല്യമല്ല. പലപ്പോഴും അത് ശ്രദ്ധയുടെ മറ്റൊരു രൂപമാണ്. നമ്മൾ മൂല്യമുള്ളതായി കരുതുന്ന കാര്യങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക. കുടുംബത്തെ വിലമതിക്കുന്നവൻ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഭയപ്പെടും. ജോലിയെ ആശ്രയിച്ചാണ് ജീവിതം നിൽക്കുന്നതെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടും. സ്വപ്നങ്ങൾ ഉള്ളവൻ സമയത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടും. അതുകൊണ്ട് ഭയം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ വെറുക്കലല്ല, അതിനെ തിരിച്ചറിയലാണ്. എനിക്കിപ്പോൾ എന്താണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന ചോദ്യം വ്യക്തമായി ചോദിക്കണം. കാരണം പേരില്ലാത്ത ഭയം വലുതാകും. പേര് വിളിച്ച ഭയം കുറച്ചുകൂടി തെളിയും. എനിക്ക് നാളെയെക്കുറിച്ചുള്ള പൊതു ആശങ്കയല്ല, ജോലിയിലെ അനിശ്ചിതത്വമാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ആരോഗ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജീവിതത്തിനും ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിനുമിടയിലെ ദൂരമാണ്. ഇങ്ങനെ ഭയത്തിന് പേര് കിട്ടുമ്പോൾ മനസ്സിനല്പം വെളിച്ചം വരും. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് പറയാം, പക്ഷേ കഥ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെയല്ല. വിജയൻ എന്നൊരാൾ 10 വർഷത്തിലേറെയായി വിദേശത്താണ് ജോലി. നല്ല അടക്കമുള്ള മനുഷ്യൻ. വീട്ടിലേക്ക് പതിവായി പണമയക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ ഉത്തരവാദിത്വമുള്ള നിലയുറച്ച ഒരാൾ. പക്ഷേ അദ്ദേഹത്തിനൊരു ശീലമുണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ എന്ത് നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത. ജോലി പോകുമോ, അസുഖം വരുമോ, വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമോ, കുട്ടികളുടെ പഠനച്ചെലവ് കൂടുമോ, ഇനിയും എത്ര വർഷം ഇങ്ങനെ പോകണം. ഒരു ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു, നിനക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഭയമുണ്ടാക്കുന്ന കാര്യം ഏതാണ്? വിജയൻ ഉടനെ മറുപടിയൊന്നും പറഞ്ഞില്ല. ചില നിമിഷങ്ങൾ മിണ്ടാതിരുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, എനിക്ക് പല ഭയങ്ങളില്ല. ഒരു ഭയം മാത്രം പല മുഖം മൂടി ധരിച്ചാണ് വരുന്നത്. ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട ജീവിതം ഒരു നിമിഷത്തിൽ ഇല്ലാതാകുമോ എന്ന ഭയം. ആ മറുപടിയിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. ആ ദിവസത്തിന് ശേഷം അദ്ദേഹം ഒരു വലിയ തീരുമാനമൊന്നും എടുത്തില്ല, പക്ഷേ ഒരു ചെറിയ മാറ്റം തുടങ്ങി വെച്ചു. ഓരോ ആഴ്ചയും ഒരിക്കൽ അദ്ദേഹം 3 കാര്യങ്ങൾ മാത്രം കുറിക്കും. അതായത്, ഇപ്പോൾ എനിക്ക് ഭയമുള്ള കാര്യം ഏതാണ്, അല്ലെങ്കിൽ എന്താണ്? അതിൽ യാഥാർത്ഥ്യമായി എൻ്റെ കൈവശമുള്ള ഭാഗം ഏതാണ്? അടുത്ത ഒരു ചെറിയ പടി എന്താണ്? അദ്ദേഹം പറഞ്ഞിരുന്നു, ഭയം പൂർണ്ണമായി പോയില്ല, പക്ഷേ അത് മങ്ങിയ നിഴലായി മുഴുവൻ മനസ്സും പിടിച്ചിരിക്കാൻ നിർത്തി. ഇതാണ് പ്രധാനം. നമ്മൾ ജീവിതത്തിൽ എല്ലാ ഭയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകണമെന്നില്ല, പക്ഷേ അവയെല്ലാം നമ്മെ മുഴുവൻ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1. ഭയത്തെ പൊതുരൂപത്തിൽ വിടരുത്. എനിക്ക് ഭയമുണ്ട് എന്നത് മാത്രം പോരാ. എന്തിനെക്കുറിച്ച് ഭയമുണ്ട് എന്ന് വ്യക്തമായി എഴുതുക. അവ്യക്തത മനസ്സിനെ അലട്ടും, വ്യക്തത മനസ്സിനെ ശാന്തമാക്കും. 2. യാഥാർത്ഥ്യവും ഭാവനയും വേർതിരിക്കുക. ഇപ്പോൾ നടന്ന കാര്യം എന്താണ്? ഞാൻ മനസ്സിൽ തീർക്കുന്ന കഥ എന്താണ്? ഈ ചോദ്യം
വളരെ പ്രധാനമാണ്. 3. ഒരു ചെറിയ നടപടി തിരയുക. എല്ലാ ഭയങ്ങൾക്കും ഉടൻ പരിഹാരം ഉണ്ടാകണമെന്നില്ല. പക്ഷേ പല ഭയങ്ങൾക്കും ചെറിയ ഒരു നടപടി ഉണ്ടായിരിക്കും. ഒരു രേഖ തയ്യാറാക്കുക, ഒരു ഫോൺ കോൾ ചെയ്യുക, ഒരു ചെലവ് പട്ടിക നോക്കുക, ഒരു പരിശോധന നടത്തുക, ഒരു സംഭാഷണം തുടങ്ങുക. 4. മനസ്സിനെ നിരന്തരം ഭയത്തോടെ പോറ്റരുത്. ദിവസം മുഴുവൻ വിഷമം വളർത്തുന്ന വാർത്തകളും താരതമ്യങ്ങളും അനാവശ്യ കണക്കുകൂട്ടലുകളും മാത്രം മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ മനസ്സ് സ്വാഭാവികമായി അലറിയിരിക്കും. അതുകൊണ്ട് മനസ്സിന് വിശ്രമം നൽകുന്ന ഇടങ്ങൾ നമുക്ക് ബോധപൂർവം സൃഷ്ടിക്കണം. 5. സ്വയം ശത്രുവാകരുത്. ഭയപ്പെട്ടതിനും ക്ഷീണിച്ചതിനും സ്വയം കുറ്റം പറയുന്നത് പ്രശ്നം ഇരട്ടിയാക്കും. പകരം ഞാൻ ശ്രദ്ധിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കരുണയുള്ള ഒരു അന്തർസ്വരം രൂപപ്പെടും. ഇനി ആ കഥയിലെ വൃദ്ധനെ വീണ്ടും ഓർക്കാം. അദ്ദേഹം ചോദിച്ചത് ഇതല്ലായിരുന്നു, മൃഗമുണ്ടോ ഇല്ലയോ. അദ്ദേഹം ചോദിച്ചത് മൃഗം വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഭയം നമ്മുടെ ജീവിതം തിന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ്. ഇന്നത്തെ ജീവിതത്തിലും അതേ ചോദ്യം പ്രസക്തമാണ്. നമുക്കുള്ള ഭയങ്ങളിൽ ചിലത് ഒരിക്കലും സംഭവിക്കാതെ പോകും, ചിലത് സംഭവിക്കും. പക്ഷേ അതുവരെ ഓരോ ദിവസവും ഓരോ രാത്രിയും അവയുടെ നിഴലിൽ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രധാനമെന്തെന്നാൽ ഭയമില്ലാത്ത മനുഷ്യരാകുക എന്നതല്ല, ഭയത്തോടൊപ്പം പോലും വ്യക്തതയോടെ ജീവിക്കാൻ പഠിക്കുക എന്നതാണ്. അതാണ് പക്വത, അതാണ് ആത്മബോധം, അതാണ് ഉള്ളിൽ അല്പം സ്വാതന്ത്ര്യം കണ്ടെത്തുന്ന വഴി. ഇന്ന് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ പരിശീലനം ഞാൻ നിർദ്ദേശിക്കാം. ഇന്ന് രാത്രി ഒറ്റയ്ക്കിരുന്ന് ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്ത ഒരു മൃഗം പോലെ എന്നെ പിന്തുടരുന്ന ഭയം എന്താണ്? ഉത്തരം ഒരു വാചകമായി എഴുതുക. പിന്നെ അതിൻ്റെ താഴെ മറ്റൊരു വാചകം. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത 7 ദിവസത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ പടി എന്താണ്? അതുമതി. വലിയ തീരുമാനമൊന്നും വേണ്ട, ഒരു ചെറിയ പടി മാത്രം. ഉൾസ്വരം കേൾക്കുന്ന താങ്കൾക്ക് ഇന്നത്തെ സംഭാഷണം പ്രസക്തമായി തോന്നിയെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഒപ്പം എപ്പോഴും ശരിയാണ്, സുഖമാണ് എന്ന് മാത്രം പറയുന്ന, പക്ഷേ ഉള്ളിൽ പലതും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സുഹൃത്തുക്കൾക്ക് ഇത് അയയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ എന്തിനെയാണ് നാളെ എന്ന് മാറ്റിവെക്കുന്നത്? ആ മാറ്റിവെക്കൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നിശബ്ദ മോഷ്ടാവാകുന്നു? അതുവരെ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ വെറുക്കാതെ അതിനെ മനസ്സിലാക്കാൻ ഒരു നിമിഷം കൊടുക്കുക. ഞാൻ നിങ്ങളുടെ പ്രവാസി. നമസ്കാരം.